ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, മുഹൂർത്ത സമയം എപ്പോഴാ? 10:30ക്കും 11നും ഇടയ്ക്കാ. ഞായറാഴ്ച 8-ാം തീയതി. 8-ാം തീയതി 10:30ക്കും 11നും ഇടയ്ക്ക് കല്യാണം. ബ്രെയിൻ വാഷ് ചെയ്യാനാണെന്ന് തോന്നുന്നു. ആ കിളയെ വിളിച്ചിട്ടാവും ആ ഡ്രൈവറുടെ മകൻ അവരുടെ മുന്നിൽ വന്നിരിക്കുന്നു. ഡ്രൈവറുടെ മകനോ? പിന്നെ ഞാൻ അവനെ എന്ത് വിളിക്കണം? രാജു ഒന്നും രാജു സാറെന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവനെ കാണുമ്പോ തന്നെ എന്റെ കൈ ധരിക്കുക, അവന്റെ കാരണത്തൊന്ന് കൊടുക്കാൻ. എടാ, അവനെ തെരുവ് ഗുണ്ടകൾ തല്ലിക്കൊല്ലുന്നത് കാണാനുള്ള അവസരം നിനക്ക് ഞാനായിട്ട് ഉണ്ടാക്കി തരാം. അതുപോലെ അത് മതി. എന്നിട്ടേ സന്ധി സംഭാഷണം കഴിഞ്ഞ് അവൻ തിരികെ പോയോ? പോയെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ അവിടെ കണ്ടില്ല. സൂര്യമംഗലത്തെ തമ്പുരാട്ടിയല്ല, ഇനി ലണ്ടൻ കൊട്ടാരത്തിലെ രാജകുമാരി വന്ന് പറഞ്ഞാലും രാജു ഋതികയെ കല്യാണം കഴിക്കില്ല. അതുറപ്പാ. അവൻ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമെന്ന് ഞാൻ കുറെ നാള് മുൻപ് വരെ സംശയിച്ചു. പക്ഷേ അതിനുള്ള ഗഡ്സ് ഒന്നും അവനില്ല. അവനാ രമ്യയോടാ ഇഷ്ടം. ഏയ്, അതില്ല. അവനെ അങ്ങനൊരു ടൈപ്പൊന്നും അല്ല. അവൻ നിന്നെ പോലൊരു ടൈപ്പ് ആയിരുന്നെങ്കിൽ രമ്യയ്ക്കും ഋതികയ്ക്കുവേ ഈ 2 കുഞ്ഞുങ്ങൾ ഈ സമയം കൊണ്ടായേനെ. സത്യം പറഞ്ഞ അവനൊരു ഉറക്കം തൂങ്ങിയ. അവന് 2 ലക്ഷ്യങ്ങളെ ജീവിതത്തിലുള്ളൂ. കുടുംബം നോക്കണം, കൂടാതെ പ്രതാപന്റെ പുറകെ വാലാട്ടിയാട്ടി ഇങ്ങനെ നടക്കണം. അപ്പോ ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പല്ലേ? എന്താടാ സംശയം? ഋതിക നിനക്കുള്ള പെണ്ണാ. അവളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരുന്ന ഒരു ദിവസം വരും. കേറി വാ രാധമ്മേ. അമ്മേ, ദേ രാധമ്മ വന്നിരിക്കുന്നു. വാ വാ ഇരിക്കെ. ഇരിക്ക് രാധമ്മേ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാ ഞാൻ വന്നത്. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ കാരണവന്മാര് വന്ന് മാന്യമായിട്ട് ചെയ്യേണ്ട കാര്യമാ വിവാഹ നിശ്ചയം. ഇതിപ്പോ കാരണവന്മാരില്ലല്ലോ. വരന്റെ അച്ഛനാണെങ്കിൽ ശത്രുവാണ്. അതൊക്കെ വലിയ വിഷയമാണ് രാധമ്മേ. നമുക്ക് രാജു മാത്രം അനുകൂലമായാ മതി, മറ്റൊന്നും ഒരു പ്രശ്നമില്ല. ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നതേ രാജു രമ്യയും കൂടെ. മറ്റുള്ളവരെ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കട്ടെ, നമുക്ക് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം രാധമ്മേ. രാധമ്മയുടെ വീട്ടിലെ പോലെ തന്നെ ഇവിടുത്തെ സ്ഥിതി, ഒരു മാറ്റവും ഇല്ല. രമ്യയുടെ അച്ഛൻ എന്നോട് വഴക്കിട്ട് പോയിരിക്കോ, ഈ കല്യാണത്തിന് പോലും പങ്കെടുക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, രവിയായിട്ട് വഴക്കിട്ട് പോകാൻ എന്താ കാരണം? വേറെ നിസ്സാര കാര്യം. ഒരുത്തന് 2 ലക്ഷം രൂപ പലിശയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അവനാണെങ്കിലോ ഒരു പേരെടുത്ത ഗുണ്ടേ. ഞാൻ പലിശ ചോദിച്ചു ചെന്നാലേ അവൻ വടിവാളെടുക്കും വെട്ടാൻ. കാശ് ഞാൻ കൊടുക്കില്ലാന്ന് പറഞ്ഞു. അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ, പിന്നെ ഇതുവരെ തിരികെ വന്നിട്ടില്ല. എന്റെ കാര്യം അതിലും കഷ്ടാ രുക്മിണി. ഞാൻ എന്ത് ചെയ്തിട്ടാ വേണുവേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് എനിക്കറിയില്ല. വേണമെങ്കിലിനെ അവള് കയ്യിലെടുത്ത് വെച്ചിരിക്കുക ആ ഋതിക. വേണുവേട്ടൻ ഒരു തരത്തിലും മയപ്പെട്ട് വരുന്നില്ല അല്ലേ? ഇല്ല രുക്മിണി, വല്ലാത്ത വാശിയില്ല. രാജുവും ഹൃദയം തമ്മിലുള്ള കല്യാണം നടത്തുമെന്ന് എന്നെ വെല്ലുവിളിച്ചിരിക്കുക. എന്നാ പിന്നെ ഞാനും പിന്നോട്ടില്ലെന്ന് പറഞ്ഞു. മത്സരിക്കാനുള്ള ഉദ്ദേശത്തോടൊന്നും അല്ല രുക്മിണി. എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാവണം.
രാധമ്മയുടെ ഭാഗവും ശരി. അതുകൊണ്ട് ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണുചേട്ടന്റെ ഈ വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും അത് ഇവരുടെ കല്യാണം കഴിഞ്ഞ് കുറേശ്ശെ അങ്ങ് മാറിക്കോളും. ആ ഇനിയിപ്പോ മാറിയില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഇത്രയും നാൾ ഒരേ മനസ്സോടെ ജീവിച്ചു. ഇനി ഇങ്ങനെ അമ്മനാണ് വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഒരു കാപ്പി എടുക്കട്ടെ രാധമ്മേ? ഏയ് കാപ്പിയൊന്നും വേണ്ട മോളെ. വിവാഹത്തിന് തീയതി ഉറപ്പിക്കാനാ ഞാനിപ്പോ വന്നത്. ഈ വരുന്ന ഞായറാഴ്ച ഒരു മുഹൂർത്തമുണ്ട്. ജോത്സ്യനോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞതാ. കുറിപ്പിച്ചിട്ടൊന്നുമില്ല. എന്താ രുക്മിണിയുടെ അഭിപ്രായം? അന്ന് നമുക്ക് കല്യാണം നടത്തിക്കൂടെ? പിന്നെന്താ, നടത്താൻ രാധമ്മേ. രാധമ്മ മുഹൂർത്തം കുറിച്ചോളൂ. അല്ല, മുഹൂർത്ത സമയം എപ്പോഴാ? 10:30ക്കും 11നും ഇടയ്ക്കാ. ഞായറാഴ്ച 8-ാം തീയതി. 8-ാം തീയതി 10:30ക്കും 11നും ഇടയ്ക്ക് കല്യാണം. കല്യാണക്കുറി ഇവിടെ അടുപ്പിക്കാം. എന്നാ ശരി രുക്മിണി, ഞാൻ ഇറങ്ങട്ടെ. ഓ, രാജുവേട്ടൻ മുത്തശ്ശിയുടെ മുമ്പിലും മനസ്സ് തുറന്നില്ലല്ലോ ചേച്ചി. ഇല്ല, രാജു വിട്ടൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ രാജുവേട്ടന്റെ മനസ്സിൽ എന്താ ഒന്നും തുറന്നു പറയാത്തെ? തുറന്നു പറഞ്ഞല്ലോ അപ്പു. എന്തു പറഞ്ഞു? ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് ചേച്ചിയോട് രാജുവേട്ടന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഒരിക്കലും ഞാനങ്ങനെ വിശ്വസിക്കുകയില്ല. ശരി, രാജുന് ഒരു ദിവസം പോലും എന്നെ കാണാതിരിക്കാൻ വയ്യ. പക്ഷെ എന്നെ കല്യാണം കഴിക്കാനും പറ്റില്ല. ഇതെന്താ ഇങ്ങനെ? അതാ ഞാനും പറഞ്ഞത്. രാജുവേട്ടൻ എന്തോ ഒരു കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് രാജുനെ കൂടാതെ ജീവിക്കാൻ പറ്റില്ല അപ്പു. രാജു എന്നെ മറന്ന ഈ ജീവിതം വരെ ഞാൻ വേണ്ടെന്ന് വെക്കും. ചേച്ചി, അപ്പു രാജുനോടൊന്ന് സംസാരിക്കേ. എന്താണ് രാജുന്റെ മനസ്സിലെന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചേച്ചിയുടെ സങ്കടവും പറയേ. ഞാൻ വിളിക്കാം ചേച്ചി. ഹലോ, അപ്പോ രാജുവേട്ടാ, ആ പറയപ്പോ. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കാനാ ഇപ്പൊ ഞാൻ രാജുവേട്ടനെ വിളിച്ചത്. എന്താ പോ? രാജുവേട്ടന് എന്റെ ചേച്ചി ഇഷ്ടമാണോ അല്ലയോ? അകലേ നോവിനാലേ